പാചകവാതക പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര നിയോജക മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചു. ധർണ RJD ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വടകര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പാചകവാത പ്രതിസന്ധിക്ക് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ റാലിയും ധർണയും സംഘടിപ്പിച്ചത്. വടകര പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി സാംസ്കാരിക ചത്വരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന ധർണ RJD ദേശീയ സമിതി അംഗം മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അത് പെട്രോളിന്റെ വില വർദ്ധിക്കുമ്പോൾ അമേരിക്ക ലഭിക്കുന്ന തീരുവ വർദ്ധിപ്പിച്ചു വരും. അദ്ദേഹം പറഞ്ഞു, ഈ യുദ്ധവും അതിന്റെ പ്രത്യാഘാതങ്ങളും ഞങ്ങളെ സന്തുഷ്ടരാക്കുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ 140 കോടി ജനങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈയടിച്ചുകൊണ്ട് ആ പ്രസ്താവന ആസ്വദിക്കുകയാണ്. അതിന്റെ പ്രത്യാഘാതമായി ഈ കേരളത്തിൽ ഏറ്റവും അവസാനം വന്ന റിപ്പോർട്ടുകൾ 20,000 ഹോട്ടലുകൾ അടച്ചുപൂട്ടി എന്നതാണ്. ഈ പ്രതിസന്ധി രൂക്ഷമാകുമ്പോൾ ഇന്ത്യയിലെ എല്ലാ ഹോട്ടലുകളും, കേരളത്തിലെ എല്ലാ ഹോട്ടലുകളും അടച്ചുപൂട്ടപ്പെടും. പിന്നീടത് ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിലേക്ക് വരും. ഇതിനെ ഫലപ്രദമായി നേരിടാൻ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇവിടെ പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത കുറയുമ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ പാചകവാതകം നിറക്കാനുള്ള നടപടി നിർത്തിവച്ചിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ഗവൺമെന്റ് എത്ര ലാഘവത്തോടു കൂടിയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഈ കേരളത്തിലുള്ള 40 ലക്ഷം മലയാളികളാണ് പശ്ചിമേഷ്യയിലുള്ളത്. യുദ്ധത്തിന് കാരണമായി പറയുന്നത് എന്താണ്? ഏതെങ്കിലും ഒരു കാരണം ജനാധിപത്യത്തെക്കുറിച്ചും രാജ്യത്തിന്റെ പരമാധികാരത്തെക്കുറിച്ചും സംസാരിക്കുന്നവർക്ക് ഏതെങ്കിലും ന്യായീകരണം കണ്ടെത്താൻ സാധിക്കുമോ? TP ബിനീഷ് അധ്യക്ഷനായി. R സത്യൻ, റഫീഖ് കഴിയൂർ, TNK ശശീന്ദ്രൻ, P സത്യനാഥൻ, P സോമശേഖരൻ എന്നിവർ സംസാരിച്ചു. P പ്രദീപ് കുമാർ സ്വാഗതവും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.